ദൈവത്തിന് വലിയ ഒരു സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. There's a mighty presence of God. Hallelujah. കർത്താവായ യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു വലിയ സാന്നിധ്യമാണ് ഇന്ന് പകൽക്കാലം നാം ഇവിടെ അനുഭവിക്കുന്നത്. അത് മഹത്വത്തിന്റെ ഒരു പ്രതലമാണ്. എൻകൗണ്ടറുകൾ നടക്കും. നാം ഇവിടെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ പ്രതലങ്ങൾ തുറന്നു, ആത്മമണ്ഡലങ്ങൾ തുറന്നു. ആരാധനയുടെ മധ്യത്തിൽ ഞാൻ കാണുന്ന ദൈവത്തിന്റെ അഗ്നിരഥങ്ങൾ, ചാരിയറ്റുകൾ നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുക. വ്യത്യസ്തമായിട്ടുള്ള ദൈവത്തിന്റെ വാഹനങ്ങൾ. നമുക്ക് ഇവിടുന്ന് കൊച്ചി വരെ പോകണമെങ്കിൽ നമുക്ക് കാറുണ്ട്, ട്രെയിനുണ്ട്, ബസ്സുണ്ട് എന്ന് പറയുന്ന പോലെ ദൈവത്തിന് ഒത്തിരി വാഹനങ്ങളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വാഹനങ്ങള് നമ്മുടെ മധ്യത്തിലേക്ക് ലാൻഡ് ചെയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവ് കാണിക്കുവാൻ ഇടയായത്. അതിന്റെ അർത്ഥം ചിലരെ ഒക്കെ ദൈവത്തിന് കൊണ്ടുപോകുവാനുണ്ട്. ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് ഗാസയിൽ നിന്ന് അസോത്തസിലേക്ക് കൊണ്ടുപോയതുപോലെ, യോഹന്നാനെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതുപോലെ, ഇന്ന് ഈ സമയങ്ങളിൽ ആരാധനകളുടെ മധ്യത്തിൽ ഈ മഹത്വത്തിന്റെ അന്തരീക്ഷത്തിൽ അങ്ങനെ സ്വർഗീയമായ ട്രാൻസ്പോർട്ടേഷൻ, നമ്മുടെ അനുഭവങ്ങൾ അങ്ങനെ ആയിത്തീരും. സുവിശേഷത്തിന്റെ തീ ജ്വലിക്കുന്ന കത്തുന്ന ഫിലിപ്പോസുമാർ ഇന്ന് പകൽക്കാലം ഇവിടെ ഉണ്ടെങ്കിൽ, ദൈവത്തിനു വേണ്ടി ഓടുവാൻ, ദേശങ്ങളിലേക്ക് പോകുവാൻ തയ്യാറായിരിക്കുന്ന ഫിലിപ്പോസുമാർ ഇവിടെ ഉണ്ടെങ്കിൽ, ഒരു വില കൊടുക്കുവാൻ, സമർപ്പിക്കുവാൻ, ചില ബുദ്ധിമുട്ടുകൾ സഹിക്കുവാൻ, ഞാൻ ആരെ അയക്കേണ്ടു, ആര് പോകുമെന്ന് ആ ദൈവ ശബ്ദത്തിന് മുമ്പാകെ സമർപ്പിക്കുന്ന അങ്ങനെയുള്ള ഹൃദയമുള്ളവരെ കൊണ്ടുപോകുക മാത്രമല്ല, ഇതുപോലുള്ള സ്വർഗീയമായിട്ടുള്ള അനുഭവങ്ങൾ. നിൽക്കുന്ന നിൽപ്പിൽ നിങ്ങൾ ചിലപ്പോൾ ഡൽഹിയിലായിരിക്കാം, നിൽക്കുന്ന നിൽപ്പിൽ നിങ്ങൾ ചിലപ്പോൾ UP-യിലായിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ വാരാണസിയിലായിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ ഗുജറാത്തിലായിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ ആഫ്രിക്കയിലായിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ ചൈനയിലായിരിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വർഗീയമായ വാഹനങ്ങൾ, the heavenly chariots of God, the heavenly transportation system of God. ഹല്ലേലൂയ. ഇന്ന് നമ്മെ അമാനുഷികമായി നമ്മുടെ കാലുകൾക്ക്, നമ്മുടെ ശുശ്രൂഷകൾക്ക്, ദൈവരാജ്യത്തിന്റെ പ്രവർത്തികൾക്ക് മുന്നേറ്റം തരുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്നു. അങ്ങനെ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി, ദൈവരാജ്യത്തിന്റെ വർധനവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ മേൽ ഒരു വിശിഷ്ടമായ, ഒരു സ്പെഷ്യലായ, ഞാൻ നിന്നെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഞാൻ നിന്നെ കൊണ്ടുപോകുവാൻ ഇടയായിത്തീരും. I will cause you to ride on the heights of the earth. Hallelujah. ഞാൻ ഉന്നതങ്ങളിൽ ഞാൻ നിന്നെ ഹല്ലേലൂയ കയറ്റി ഞാൻ നിന്നെ കൊണ്ടുപോകുവാൻ ഇടയായിത്തീരും. ഗാസയിൽ നിന്ന് അസോട്ടസിലേക്കുള്ള ഒരു യാത്ര. It was a heavenly ride on a heavenly chariot by the Spirit of God. 2024, get ready for those heavenly transportation. Hallelujah. I release it in the name of Jesus. I release it in the name of Jesus. അടഞ്ഞു കിടക്കുന്ന രാജ്യങ്ങളിലേക്ക്, ക്ലോസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് നിങ്ങൾ തയ്യാറായാൽ, ഒരുക്കമുള്ളവരായി കഴിഞ്ഞാൽ, you're going to ride on those heavenly chariots and enter into the nations of the world. Amen. 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 2024 ആദ്യത്തെ ഞായറാഴ്ചയാണ്. This is the first Sunday of this new year, January 2024. Hallelujah. ഓരോ വർഷവും കർത്താവ് ഇടപെടും. പുതിയ വർഷത്തിന് വേണ്ടി ഒരു പ്രവചന ദൂത് തരും. ഒരു വർഷക്കാലം അതായിരിക്കും നമ്മുടെ മെയിൻ തീം. അതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ആ വർഷം ആരംഭിച്ച് തുടർന്നുള്ള വർഷങ്ങളിൽ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മളെ നടത്തുന്ന ഒരു ദൈവ പ്രവൃത്തിയാണ് കഴിഞ്ഞ 14 വർഷങ്ങളിലും കർത്താവ് ചെയ്യുന്നത്. 2024 ഈ വർഷത്തിന് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന പ്രവചനത്തിന്റെ ദൂതാണ്. The prophetic word for 2024 is this is a year of fruitfulness and multiplication. Amen. Amen. ഫലപുഷ്ടിയുള്ള ഒരു വർഷമായി, സകലതും വർദ്ധിച്ചു പെരുകുന്ന ഒരു വർഷമായി. Amen. പകൽക്കാലം I will declare and decree that this will be an year. ഈ സഭയിലുള്ള സഭാമക്കൾക്ക് ഇത് നമ്മുടെ ഒരു ഓഹരിയാണ്. This is an inheritance for us. Hallelujah. എന്നെ ഓൺലൈനിൽ കൂടെ കേൾക്കുന്ന നിങ്ങൾക്കും സ്തോത്രം. Anyone who partners with this church and ministry and എന്റെ ശബ്ദത്തെ കേൾക്കുന്ന നിങ്ങളിലേക്ക് ഇത് ഒഴുകി വരട്ടെ. ഫലപുഷ്ടിയുള്ള, ഫലപ്രദമായ, സന്താന പുഷ്ടിയാക്കി നിങ്ങളെ തീർക്കുന്ന, നിങ്ങളെ പെരുകി വരുമാറാക്കുന്ന, നിങ്ങളെ വർദ്ധിപ്പിക്കുന്ന ഒരു വർഷമായി ഇത് തീരട്ടെ. Hallelujah. And God's people said amen, 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 amen. Hallelujah. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നിന്ന് ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ആണ് പ്രത്യേകിച്ച് ALC സഭയോടുള്ള ദൈവമക്കൾക്ക്, ദൈവസഭയ്ക്ക്, ശുശ്രൂഷകൾക്ക് ദൈവം വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നമുക്കത് വായിക്കാം. എബ്രാഹിമിനെ ദൈവം തെരഞ്ഞെടുക്കുക. ഏദൻ തോട്ടത്തിൽ ദൈവത്തിന്റെ പദ്ധതികളെ പിശാച് കൂട്ടിക്കളഞ്ഞപ്പോൾ, വഞ്ചനയാൽ ദൈവത്തിന്റെ പ്ലാനിൽ നിന്ന് ആദാമിനെയും ഹവ്വയെയും പിശാച് വഞ്ചിച്ചപ്പോൾ, അവിടെ ദൈവത്തിന്റെ പ്ലാനുകൾ നിന്നുപോവുകയില്ല. ദൈവം വീണ്ടും ഒരു മനുഷ്യനെ അന്വേഷിക്കുകയാണ്. You can never frustrate the plans and purposes of God. ദൈവത്തിന്റെ പ്ലാനുകളെ, ദൈവത്തിന്റെ പദ്ധതികളെ പിശാച് എത്ര ആഞ്ഞു പരിശ്രമിച്ചാലും അതിനെ തടയുവാൻ കഴിയില്ല.
അവസാനത്തെ ആദ്യം മുതൽ അറിഞ്ഞ് വിഷയങ്ങൾക്ക് മുന്നമേ ഉത്തരം കണ്ടുപിടിച്ച് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഒരു വിഷയം വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഉത്തരം തേടി പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. മനുഷ്യൻ പാപം ചെയ്യുമെന്ന് അറിഞ്ഞ് അറക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു. ലോകം സ്ഥാപിച്ചില്ല, മനുഷ്യൻ പാപം ചെയ്തില്ല, പക്ഷെ ലോക സ്ഥാപനത്തിന് മുമ്പേ തന്നെ മനുഷ്യന്റെ വിഷയത്തിന് വേണ്ടി ഒരു പരിഹാരം ഒരുക്കി. സ്തോത്രം. താൻ സകലത്തെയും സൃഷ്ടിക്കുന്ന ഒരു ദൈവം. ഇന്ന് നിങ്ങൾ എന്തെങ്കിലും വിഷയങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണോ? എന്തെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾ മുങ്ങിക്കിടക്കുകയാണോ? എന്തെങ്കിലും പരിസ്ഥിതികളിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണോ? സ്തോത്രം. വിഷയങ്ങൾക്ക് മുമ്പേ പരിഹാരം ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ടി മേശ ഒരുക്കുന്ന ദൈവത്തിന്റെ മുമ്പാകെയാണ് ഇന്ന് പകൽക്കാലം നിങ്ങൾ വന്നിരിക്കുന്നു. 2024 മേശ ഒരുക്കി ഹല്ലേലൂയ ശത്രുക്കൾ കാണുക വിഴുന്നൊരുക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയെ നിങ്ങൾക്ക് ആസ്വദിക്കുവാൻ കഴിയും. നിങ്ങൾ അവന്റെ അടുക്കൽ വരുമോ? അവന്റെ നന്മയിൽ നിന്ന്, ആ വിരുന്നിൽ നിന്ന് നിങ്ങളൊന്ന് ഹല്ലേലൂയ പാനം ചെയ്യുമോ? എന്നാൽ ദാവീദിന്റെ സാക്ഷ്യം പോലെ നിങ്ങൾക്ക് പറയുവാൻ കഴിയും, എന്റെ തലയെ എണ്ണുകൊണ്ട് അഭിഷേകം ചെയ്തവൻ, എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്ന ഹല്ലേലൂയ കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അവൻ എന്നോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടും. എന്തൊക്കെയോ വലിയ ഷിഫ്റ്റുകൾ ദൈവം ചെയ്യുകയാണ്. ആമേൻ. അപ്പോൾ ദൈവം ഒരു മനുഷ്യനെ അന്വേഷിച്ചിറങ്ങി. ദൈവത്തിന്റെ മനുഷ്യനെ കിട്ടി. എബ്രഹാം. പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, 2024 എന്റെ പദ്ധതികളെ, എന്റെ പ്ലാനുകളെ ഈ ഭൂമിയിൽ നിവർത്തിച്ചെടുക്കുവാൻ എനിക്ക് എന്റെ മനുഷ്യനെ കിട്ടുമോ? എനിക്കൊരു എബ്രഹാമിനെ കിട്ടുമോ? എനിക്കൊരു സാറയെ കിട്ടുമോ? എനിക്കൊരു കുടുംബത്തെ കിട്ടുമോ? Will I find my man? Will I find my woman? എന്റെ പദ്ധതികളെ ആർക്കും കോട്ടിക്കളയുവാൻ കഴിയുകയില്ല, ആർക്കും തടയിടുവാൻ കഴിയില്ല. എത്ര വലിയ തടയാണെങ്കിലും അതിനെ മറികടക്കുന്നതാണ് എന്റെ സ്വഭാവം. That's my nature. I am a breaker God. ഞാൻ മുറിച്ച് മറികടക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ദാവീദ് ദൈവത്തെ ബാൽ പെരാശം the breaker God, സകലത്തെ മുറിച്ചടക്കുവാൻ എത്രമാത്രം ശത്രു ചുറ്റിയാലും അതിന് മധ്യത്തിൽ ഒരു വെള്ളച്ചാട്ടം പോലെ വന്ന് അതിനെ തകർക്കുവാൻ കഴിയുന്ന നമ്മുടെ തകർക്കുന്ന ദൈവം. ഹല്ലേലൂയ. അത് എത്ര വലിയ ഇരുമ്പ് ഓടാമ്പലുകളാണെങ്കിലും എത്ര വലിയ താമ്ര കലകളാണെങ്കിലും അതിനെ തകർത്ത് മുമ്പോട്ട് പോകുവാൻ കഴിവുള്ള ദൈവത്തിന്റെ മക്കളാണ് നാം. ഹേയ്, ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അത് ജയിക്കുകയില്ല എന്ന് മാത്രമല്ല, അതിനെ ഈ സഭ ജയിക്കും. 2024 പിശാചിന്റെ പദ്ധതികളെ വെല്ലുന്ന ഒരു ദൈവസഭയായി, ഒരു ദൈവ മനുഷ്യനായി, ഒരു അഭിഷക്തനായി, ഒരു ദൈവത്തിന്റെ മകനായി നാം വെളിപ്പെടുമോ? ദൈവത്തിന്റെ കണ്ണുകൾ നോക്കുകയാണ്. The eyes of God are searching. Will I find my? എനിക്ക് എന്നെ തന്നെ നിന്നിൽ വെളിപ്പെടുത്തുവാൻ, എന്നിലേക്ക് ഏകാഗ്രതയോട് ഹല്ലേലൂയ നോക്കിക്കൊണ്ടിരിക്കുന്ന നിന്നിലേക്ക് ഞാൻ എന്റെ ശക്തിയെ ഒന്ന് വെളിപ്പെടുത്തുവാൻ, എന്റെ അഭിഷേകത്തെ ഒന്ന് വെളിപ്പെടുത്തുവാൻ, എന്റെ കരത്തെ ഒന്ന് വെളിപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഈ വർഷം അങ്ങനെയുള്ളവരിൽ കൂടെ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യും, വൻ വിപ്ലവങ്ങൾ ചെയ്യും. കീഴ്മേൽ മറിക്കുന്ന ദൈവ പ്രവർത്തികൾ നിങ്ങളിലൂടെ ദൈവം ചെയ്യും. അത് പിടിച്ചെടുക്കുന്നവർക്കായി, അത് ഏറ്റെടുക്കുന്നവർക്കായി, അതിനോട് ആമീൻ പറയുന്നവർക്കായി നന്ദി. ഹല്ലേലൂയ. അതെ, ഈ വർഷം ദൈവം നമ്മെ അനുഗ്രഹിക്കുക മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നിന്ന് 22-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക്, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. മക്കളെ, സഭാമക്കളെ, ഹല്ലേലൂയ, നിങ്ങൾ അനുഗ്രഹം അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും പല നിലവാരത്തിൽ ദേഹമാത്മാവിന്റെ ഏത് വിഷയത്തോട്, ഭൗതികമായ വിഷയമായിരിക്കാം, സാമ്പത്തികമായ വിഷയമായിരിക്കാം, ബന്ധങ്ങളിലുള്ള വിഷയമായിരിക്കാം, ശുശ്രൂഷയുള്ള വിഷയമായിരിക്കാം, നിലങ്ങളോടുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങളായിരിക്കാം, അനുഗ്രഹത്തിന്റെ ഒരു തലത്തിലായിരിക്കാം നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷെ 2024 എന്റെ ദൈവം ഒരു ശബ്ദം മുഴക്കുന്നത്, അതൊരു വാക്കായി, ഒരു പ്രസ്താവനയായി, ഒരു രാജാവ് കൽപ്പിക്കുന്ന പോലെ, ഹല്ലേലൂയ, ഞാൻ നിന്നെ അത് പിടിച്ചെടുക്കുന്നവർ ഒന്ന് ചാടി ഹല്ലേലൂയ എന്ന് എഴുന്നേറ്റ്, ഞാൻ നിന്നെ ഐശ്വര്യമായി, ഞാൻ നിന്നെ വെറുതെ അനുഗ്രഹിക്കുന്നല്ല. ഒരു യാത്ര കഴിഞ്ഞ്, ഒരു സീസൺ കഴിഞ്ഞ്, ചില പരിശോധനകൾ കഴിഞ്ഞ് നിന്നെ ഞാനൊന്ന് വിവേചിച്ചറിഞ്ഞ് ഇന്ന് വന്ന് നിൽക്കുന്ന ഈ സീസൺ അറിയാമോ എബ്രാമേ? ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. നീ ആ ടെസ്റ്റ് പാസ്സായാൽ, ടെസ്റ്റ് അല്പം ബുദ്ധിമുട്ടാ, അല്പം പ്രയാസമാ, 90% ജനവും ഫെയിലാകും. പക്ഷെ എബ്രാമേ, എനിക്ക് നിന്നിലൂടെ വലിയ പ്രതീക്ഷയാ. എന്റെ കണ്ണുകൾ നിന്റെ മേലാണ്. എബ്രാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ അല്ല, നിന്റെ ഏക മകനായ അവനെ തന്നെ ഞാൻ ചോദിക്കുക, ആ മോറിയ മലയിൽ നീ അവനെ ഒന്ന് യാഗം കഴിക്കുമോ? 2024 ഐശ്വര്യമായി നിന്നെ അനുഗ്രഹിക്കുവാൻ ദൈവം കാത്തിരിക്കുക. ഒരു ടെസ്റ്റ് ഒരുക്കി ദൈവം കാത്തിരിക്കുക. ഈ ടെസ്റ്റിൽ അനേകർ പാസ്സാകും, അനേകർ ഫെയിൽ ആകും. ഞാൻ കേട്ടത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ദൈവത്തിന്റെ ഇടപെടിയിൽ ALSC സഭയോട് 14 വർഷം ക്രോസ് ചെയ്ത് 3-ാമത്തെ ഘട്ടം, 3-ാമത്തെ 7 വർഷത്തിന് മുമ്പിൽ എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട ദൈവസഭയോട്, ശുശ്രൂഷയോട്, I'm pleased with you. You have passed the test. Now I will bless you exceedingly abundantly. Hallelujah. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അപ്പോൾ അങ്ങനെ ഒരു മാൻസിന്റെ കീഴിലാണ്, അങ്ങനെയുള്ള ഒരു തലത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്, അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ്
അങ്ങനെ ഒരു അംബർലയിലാണ് നിങ്ങൾ നിൽക്കുന്ന, അങ്ങനെ ഒരു അനോയിന്റിംഗിലാണ് നിൽക്കുന്ന. നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിച്ചു. ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, ഞാൻ നിന്നെ പെരുകുമാറാക്കും. അനുഗ്രഹത്താൽ ഞാൻ നിന്നെ അനുഗ്രഹിച്ച്, വർദ്ധനവിനാൽ ഞാൻ നിന്നെ വർദ്ധിപ്പിച്ച്, ജനങ്ങൾക്ക്, രാജ്യങ്ങൾക്ക് നീ ഒരു വിസ്മയമായി തീരും. നീ വിസ്മയിക്കുന്ന ഒരു പ്രതിഭാസമായി തീരും. നീ ഒരു അടയാളമായി തീരും. നീ അവർണ്ണനീയമായ ഒരു പ്രതിഭാസമായി തീരും. Blessing, I will bless you. Multiplying, I will multiply you. That's what the Lord God says for us. അങ്ങനെ ഒരു സീസണിലാണ്, അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ്, അങ്ങനെ 7 വർഷത്തിന്റെ ഒരു തുടക്കത്തിലാണ് ദൈവമക്കളെ നാം ആയിരിക്കുന്നത്. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം ആദ്യത്തെ 3 വാക്യങ്ങളൊന്ന് വായിക്കാം. പിന്നെ പെട്ടെന്ന് ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം അതിന്റെ 16 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 12 അനുഗ്രഹത്തിൽ ആരംഭിച്ച് അതിശയമായ, അവർണ്ണനീയമായ, അവിശ്വസനീയമായ, ഐശ്വര്യമായ അനുഗ്രഹത്തിലേക്കുള്ള ഒരു യാത്രയായിരുന്നു എബ്രാഹിമിന്റെ. 12-ാം അധ്യായത്തിൽ എബ്രാഹിമിനോട് ദൈവം ഇടപെടുമ്പോൾ, ദൈവം വിളിക്കുമ്പോൾ, യെസ് കേൾക്കാം. യഹോവ അബ്രഹാമിനോട് അരുളിച്ചതെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. നാം ആയിരിക്കുന്ന, എബ്രാഹിം ആയിരിക്കുന്ന ആ പരിസ്ഥിതികളിൽ നിന്ന്, ആ സാഹചര്യങ്ങളിൽ നിന്ന്, ആ അവസ്ഥകളിൽ നിന്ന് ഒരു പുറപ്പാട്. ദൈവത്തിന്റെ ശബ്ദം എപ്പോഴും നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമ്മെ പുറപ്പെടുവിച്ച് അവന്റെ ലക്ഷ്യത്തിലേക്കും അവന്റെ സിസ്റ്റത്തിലേക്കും അവന്റെ പ്ലാനുകളിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് ദൈവത്തിന്റെ ഇടപെടലുകൾ. അന്ന് വരെ എബ്രാഹിം സ്തോത്രം ഒരു സ്ഥലത്തിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകെ, എബ്രാഹിം എന്റെ കണ്ണ് നിന്റെ മേൽ പതിഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. എങ്ങനെയാണ് ഐശ്വര്യമായ, ഫലപ്രദമായി നമുക്ക് തീരുവാൻ കഴിയുന്നത്? അതിന് ദൈവത്തിന്റെ വഴികളുണ്ട്, ദൈവത്തിന്റെ പ്രമാണങ്ങളുണ്ട്, തത്വങ്ങൾ. There are principles that will cause you to experience this extraordinary, extravagant blessing, extravagant fruitfulness. Hallelujah. പക്ഷെ ആദ്യം ദൈവം എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? That's what a prophetic word brings. ഒരു പ്രാവചനികമായ ഒരു വാക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ഹൃദയത്തിൽ ആദ്യം ഒരു ദർശനം തരികയാണ്, ഒരു ബോധ്യം തരികയാണ്. ഇതാണ് ഞാൻ നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അത് നീ ഏറ്റെടുത്ത് അതിനുവേണ്ടി വില കൊടുത്ത് എന്റെ പ്രമാണങ്ങളിൽ, വഴികളിൽ നടന്നാൽ ഞാൻ നിന്നോട് ഇടപെട്ട ആ ദൂത്, ആ വാക്ക്, ആ പ്രവചന ശബ്ദം നിന്റെ ജീവിതത്തിൽ നിറവേറുവാൻ ഇടയായിത്തീരും. നിങ്ങൾ കേട്ടു, ഐശ്വര്യമായി അനുഗ്രഹിക്കുവാനാണ് ദൈവത്തിന്റെ പദ്ധതി. പക്ഷെ അതിനൊരു വിലയുണ്ട്, അതിന് പരിശോധനകളുണ്ട്, ടെസ്റ്റുകളുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമുക്ക് ഒന്ന് ഒരുങ്ങാം. ആമേൻ. 2-ാമത്തെ വാക്യം, യെസ്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. സ്തോത്രം. ദൈവം പറയുക, ദൈവത്തിന്റെ അനുഗ്രഹം ആരംഭിക്കുക. ഒരു മനുഷ്യനെ വിളിക്കുന്നു, ഉടനെ തന്നെ ദൈവം സ്തോത്രം അനുഗ്രഹത്തിന്റെ കലവറകളെ തുറക്കുകയാ. സ്തോത്രം. ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കി തീർക്കും. യെസ്. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. ഞാൻ നിന്റെ പേര് വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ ഒരു അനുഗ്രഹമായി തീരും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കും. സ്തോത്രം. ദൈവം ഒരു ദൂത് കൊടുക്കുകയാണ്. ദൈവം വിളിച്ചേർക്കുന്നു. അതനുസരിച്ചാൽ, ആ വില കൊടുത്താൽ, അതിനോട് കീഴ്പ്പെട്ടാൽ, അതിനോട് അനുസരണം കാണിച്ചാൽ നാം ദൈവത്തിന്റെ ആ പദ്ധതികളിലേക്ക്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളിലേക്ക്, ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങളിലേക്ക് കയറുകയാണ് നാം ചെയ്യുന്നത്. എബ്രഹാമിന്റെ യാത്ര ഒരു വിളിയിൽ ആരംഭിച്ചു, അനുഗ്രഹത്തിൽ ആരംഭിച്ചു. അവിടെ നിന്ന് സ്തോത്രം ഏകദേശം 50 വർഷം, 75 വയസ്സിൽ ആരംഭിച്ച ഈ യാത്ര ഇസഹാക്കിനെ മോറിയമലയിൽ യാഗം ചെയ്യുമ്പോൾ ഏകദേശം ഒരു 120-130 വയസ്സെങ്കിലും പ്രായം കാണും. പല പണ്ഡിതന്മാർ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇസഹാക്കിന്റെ പ്രായത്തെ കുറിച്ച് കാൽക്കുലേറ്റ് ചെയ്ത്. ചിലർ എന്തായാലും 12 വയസ്സിൽ മേലാണ്, ചിലർ 30 വയസ്സ് പറയുന്നു, 35 വയസ്സ്, എത്രയാണെങ്കിലും. അപ്പോൾ ഏകദേശം 40-50 വർഷം ആദ്യത്തെ അനുഗ്രഹത്തിന്റെ ഒരു കലവറ തുറന്നിട്ട് അടുത്തൊരു സീസന്റെ ഷിഫ്റ്റ് വരുമ്പോൾ ആദ്യം തന്റെ ദേശത്തെ വിടാനേ ദൈവം പറയുന്നുള്ളൂ, തന്റെ ഭവനം വിടാനാണ് ദൈവം പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ടെസ്റ്റ് കുറച്ച് കഠിനമാണ്. പെട്ടെന്ന് ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഈ വർഷങ്ങളിൽ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും അതിന്റെ ആഴങ്ങൾ ആരാഞ്ഞറിയുവാൻ നമ്മുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിൽ നിന്ന് തുറന്നു കൊടുക്കാം. 22-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. നീ ഈ കാര്യം ചെയ്ത് നിന്റെ മകനെ, നിന്റെ ഏകജാതനായ, നീ സ്നേഹിക്കുന്ന, നീ അടുത്ത് പിടിച്ച് നിന്റെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ മകൻ, വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇന്ന് ആ മകനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന മകൻ നമ്മോടുള്ള ബന്ധത്തിൽ, എബ്രാഹിമിനോടുള്ള ബന്ധത്തിൽ ദൈവം ചോദിച്ചത്, ഇസ്മായിൽ ഉണ്ട്, ഇസഹാക്കുണ്ട്. ഇസ്മായിലിനെ യാഗം കഴിയും കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന അതിനെയാണ് ദൈവം ചോദിച്ചത്. നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ, അവിടെ തന്നെ നീ എനിക്ക് വേണ്ടി യാഗം കഴിക്കണം. അതാ ഞാൻ ചോദിക്കുന്നത്. അതാ സമർപ്പണം. ആ സമർപ്പണത്തിലേക്ക്, ആ യാഗത്തിലേക്ക്, ആ അനുസരണത്തിലേക്കാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു ടെസ്റ്റിലൂടെയും കൂടെ നമ്മൾ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ, തീരുമാനത്തിന്റെ സമർത്ഥങ്ങളിൽ നിങ്ങൾ വരുമ്പോൾ ഒരു വലിയ ഐശ്വര്യമായ അനുഗ്രഹത്തെ ഒരുക്കി വെച്ച് അപ്പൻ കാത്തു നിൽക്കുക. യഹോവയായ ദൈവം സകലത്തെയും ഒരുക്കി വെച്ച് നിന്നെ ഉയർത്തുവാൻ, നിന്നെ മാനിക്കുവാൻ, നിന്റെ മേൽ ഐശ്വര്യമായ അനുഗ്രഹത്തെ പകരുവാൻ കാത്തിരിക്കുന്ന ഒരു യഹോവയായ ദൈവമാണ്. പക്ഷെ ഈ പരിശോധനയുടെ മധ്യത്തിൽ എബ്രാഹിമിന് പതറി പോകാം, സംശയിക്കാം, ആശങ്കിച്ച് നിൽക്കാം, ഇരുമനസ്സായി തീരാം. എന്താ ദൈവമേ അങ്ങ് ഇതൊക്കെ ചോദിക്കുന്നത്? അങ്ങ് ദൈവമാണോ? എന്റെ കുഞ്ഞിനെയാണോ യാഗം കഴിക്കാൻ പറയുന്നത്? ഞാൻ മാറോട് പിടിച്ച് വർഷങ്ങൾ കാത്തിരുന്ന ഈ വാഗ്ദത്ത സന്തതിയാണോ? അതെ എബ്രാഹിം, എനിക്ക് അവനെ തന്നെ വേണം. ഒന്നും മടിക്കാതെ ദൈവം ആരാണെന്നും ആ സ്നേഹം അറിഞ്ഞ ഒരു കൂട്ടുകാരനെ പോലെ ദൈവത്തെ അറിഞ്ഞ എബ്രാഹിം
വിശ്വാസികളുടെ പിതാവായി നമ്മുടെ വലിയ വലിയപ്പനായ എബ്രഹാം യാഗം കഴിക്കാൻ മടിക്കാതെ ആ കത്തിയെടുത്ത് പിടിച്ചു നിൽക്കുന്ന ചിത്രമാണ്. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പരിശോധനകളുടെ മധ്യത്തിൽ തീരുമാനങ്ങളെ തീവ്രമായി പരിശോധിച്ച് ഒരു ടെസ്റ്റിലൂടെ നിന്നെ കടത്തിവിടുന്ന അങ്ങനെ ഒരു പ്രതത്തിൽ നിന്നെ കൊണ്ടു നിർത്തുമ്പോൾ ഇത് വേണ്ട എന്ന് ചിന്തിക്കുവാൻ ഉള്ള അനുഭവങ്ങളുടെ മധ്യത്തിൽ നിൽക്കുമ്പോഴും അവസാനത്തെ ആദ്യം മുതൽ സകലതും ഒരുക്കി നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ ചിത്രം നീ മറന്നു പോകരുതേ. ഹല്ലേലൂയ. ശോധനകൾ അതികഠിനമാണ്, വിഷയങ്ങൾ അതികഠിനമാണ്. ഈ പരിശോധന എങ്ങനെ എനിക്ക് നിവർത്തിക്കുവാൻ കഴിയുമെന്ന് നീ ചിന്തിക്കുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നമ്മുടെ അപ്പനോട് ഈ ഉദാഹരണത്തിലൂടെ ആലോചന പറഞ്ഞു തരികയാണ്. പതിനാറാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കാത്തത് കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ആർക്കാണ് ഈ ഐശ്വര്യമായ അനുഗ്രഹം അനുഭവിക്കുവാൻ കഴിയുന്നത്, അതിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്? ഒരുക്കി വെച്ചിരിക്കുകയാണ്, റെഡിയാണ്. ഈ സീസണിൽ അപ്പനാ ചെക്ക് ഒപ്പിട്ടിരിക്കുക, നീട്ടുക നമ്മുടെ അടുത്തേക്ക്. പക്ഷേ you have to pass the test. You have to come through the test. ആ പരിശോധന പാസ് ആകണം. പാസ്റ്ററിന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും ആഗ്രഹവും നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് മുമ്പാകെ ഇടവിൽ നിൽക്കുന്നതും എന്റെ മക്കളെല്ലാം ഈ ടെസ്റ്റ് പാസ് ആകണം. ആരും ഫെയിൽ ആയി പോകരുത്. ഈ ചെക്ക് നിങ്ങളെ സ്വന്തമായി തീരാതിരിക്കുവാൻ ഉള്ള ഒരു കാര്യം നിങ്ങളെ തടസ്സപ്പെടുത്തരുത്. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ. എങ്ങനെയാണ് അനുഗ്രഹിക്കാൻ പോകുന്നത്? ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽക്കരയിലെ മണൽ പോലെ, കടൽക്കരയിലെ മണൽ പോലെ അത്യന്തം വർദ്ധിപ്പിക്കും. നോക്കിയ ആ വാക്കുകൾ നിന്നെ അനുഗ്രഹിക്കുക മാത്രമല്ല, നിന്നെ വർദ്ധിപ്പിക്കുക, നിന്നെ അത്യന്തമായി വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശം. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ. ഇത് നമ്മെ കുറിച്ചാണ്. ഹല്ലേലൂയ. ആ കരം ഉയർത്തി പറയാം, this is for me. ഹല്ലേലൂയ. ശത്രു പട്ടണങ്ങളെ കൈവശമാക്കുവാൻ ഉള്ളൊരു അഭിഷേകം, ഉള്ളൊരു നിയോഗം, ഉള്ളൊരു അധികാരത്തിന്റെ കൈമാറ്റമാണ് ഈ സീസണിൽ ദൈവം ചെയ്യുന്നത്. നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു. ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. നാം നമുക്കൊരു അനുഗ്രഹമായിരിക്കും, നമ്മുടെ കുടുംബത്തിൽ നാം ഒരു അനുഗ്രഹമായിരിക്കും, നമ്മുടെ ഈ ചെറിയ ചെങ്ങിന്റെ ഊരിന് നാം ഒരു അനുഗ്രഹമായിരിക്കും. ഈ സീസണിന്റെ പ്രത്യേകത, നാം ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരും. അപ്പോസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിലുള്ള എല്ലാ മെമ്പേഴ്സ്, എല്ലാ ദൈവമക്കളെ, നാം ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരും. നാം ദേശങ്ങൾക്ക്, നാം അമേരിക്കയ്ക്ക് ഒരു അനുഗ്രഹമായി തീരും. നാം യൂറോപ്പിൽ ഒരു അനുഗ്രഹമായി തീരും. നാം കാനഡയ്ക്ക് ഒരു അനുഗ്രഹമായി തീരും. നാം ന്യൂസിലൻഡിന് ഒരു അനുഗ്രഹമായി തീരും. നാം ഓസ്ട്രേലിയക്ക് അനുഗ്രഹമായി തീരും. നാം ആഫ്രിക്കയ്ക്ക് അനുഗ്രഹമായി തീരും. നാം ബ്രസീലിന് ഒരു അനുഗ്രഹമായി തീരും. ഭൂമിയുടെ അറ്റങ്ങളോളം ഈ ഐശ്വര്യമായ അനുഗ്രഹത്തിന്റെ ആ തലം വെളിപ്പെടുമ്പോൾ നീ ദേശങ്ങൾക്ക് അനുഗ്രഹമായി തീരും. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ, ഇവിടുത്തെ ദൈവമക്കൾ, ഹല്ലേലൂയ, വ്യത്യസ്തമായ നിലവാരങ്ങളിൽ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരും. അങ്ങനെ വലിയൊരു നന്മയാണ് 2024 ദൈവം പ്രദാനം ചെയ്യും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-28 വാക്യത്തിൽ സ്തോത്രം, അനുഗ്രഹിക്കുന്ന ദൈവത്തെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് ദൈവം അർത്ഥമാക്കുന്നത്? എങ്ങനെയാണ് ദൈവം നമ്മളെ ഫലപ്രദമാക്കുന്നത്? ദൈവത്തിന്റെ അനുഗ്രഹം നമ്മെ ഫലപ്രദമുള്ളവരാണ്. Blessing of God causes us to be fruitful, causes us to multiply, causes us to fill the earth and subdue and take dominion. അത് ദൈവത്തിന്റെ പ്രത്യേകതയാണ്, ദൈവത്തിന്റെ സ്വഭാവമാണ്. നാം ആ വെളിപ്പാടുകളിലേക്കും വെളിച്ചത്തിലേക്കും നമ്മളൊന്ന് കയറുകയാണ്. അതെ, ഐശ്വര്യമായി എന്നെ അനുഗ്രഹിക്കുന്ന, എന്നെ ഫലപ്രദമാക്കി തീർക്കുന്ന, എന്നെ പെരുകുമാറാക്കുന്ന ദൈവ പ്രവൃത്തിയാണ് എന്റെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നത്. അതിന്റെ വെളിച്ചവും വെളിപ്പാടും അതിന്റെ സബ്സ്റ്റൻസും ദൈവവചനത്തിന്റെ ആ സത്ത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇടുവാൻ ഇടയായിത്തീരട്ടെ. ദൈവത്തിന്റെ സ്വഭാവമാണ്. This is the nature of God. This is the character of God. This is the style of God. Amen. Amen. Hallelujah.